ഏർലിംഗ് ഹാലൻഡും നോർവേയും അതൊരു പ്രത്യേക ലവ് സ്റ്റോറി തന്നെയാണ്. നമ്മളെല്ലാവരും വിചാരിച്ചു സിറ്റിക്ക് വേണ്ടി മാത്രമാണ് ഹാലൻഡ് ഇങ്ങനെ കളിക്കുള്ളൂ, രാജ്യാന്തര കളി വരുമ്പോൾ ഇത്ര ഫോം ആവില്ല എന്ന്. കാരണം ഒരു പിടി മികച്ച താരങ്ങളൊന്നും അവരെ നോർവേ രാജ്യത്തില് ടീമിൽ ഇല്ല. സിറ്റിയിൽ എന്നൊക്കെ പറഞ്ഞാൽ പന്ത് എത്തിച്ചു കൊടുക്കുക അത്രയധികം ബെസ്റ്റ് മിഡ്ഫീൽഡേഴ്സ് ഉള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല, ഒഡേഗാർഡ് എന്നൊരു പ്ലെയർ ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല മിഡ്ഫീൽഡിൽ. പക്ഷെ ആ ടീം വർക്കിൽ നോർവേ കളിക്കുന്ന ഒരു സ്റ്റൈലുണ്ട്, കിളി പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്ത് നന്നായിട്ടാണ് അവർ കളിക്കണത്. ആഫ്രിക്കൻ വമ്പന്മാരെ സെനഗലിനോട് ഫ്രാൻസ് വരെ ഫസ്റ്റ് ഹാഫിൽ മുട്ടിടിച്ചാണ്. എന്നാൽ ഇവർക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ. ഫസ്റ്റ് ഹാഫിൽ തന്നെ 1-0 ലീഡ് എടുക്കുന്നു. സെക്കൻഡ് ഹാഫിൽ ഹാലൻഡിന്റെ അഴിഞ്ഞാട്ടം അങ്ങനെ തന്നെ. അങ്ങനെ മൊത്തം 2 ഗോൾ വഴങ്ങിയെങ്കിൽ 3 ഗോൾ തിരിച്ചടിച്ചു. അതാണ് നോർവേരെ പവർ. എനിക്കത് ഇഷ്ടമായി നോർവേരെ ഭയങ്കരമായിട്ട്. എനിവേ നോർവേ 3-2 ഇന്നലെ ജയിച്ചു കയറി. അതുപോലെ തന്നെ റൗണ്ട് ഓഫ് 32ലേക്ക് ക്വാളിഫൈയും ചെയ്തിരിക്കുന്നു ഡയറക്റ്റ് ആയിട്ട്. ഒരു ടീമിന്റെ ഇനി നോക്കേണ്ട ആവശ്യമില്ല. വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫ്രാൻസ് ആയിട്ട് സെയിം പോയിന്റ് ആണ്, 6 പോയിന്റ്. പക്ഷെ ഗോൾ ഡിഫറൻസ് ഒരു +1 മാത്രം ഫ്രാൻസിന് കൂടുതൽ. പക്ഷെ അടുത്ത കളി നോർവേ വേഴ്സസ് ഫ്രാൻസ് ആണ്. അത് തീപ്പാറ് പോരാട്ടമായിരിക്കും. എംബപ്പെ വേഴ്സസ് ഹാലൻഡ് ഞാൻ പറയേണ്ട ആവശ്യമില്ല. പിന്നെ ലോകത്തിൽ ഇന്ന് കിട്ടാവുന്ന ഏറ്റവും മികച്ച 2 സ്ട്രൈക്കേഴ്സ് തമ്മിൽ ഏറ്റുമുട്ടാൻ പോവാണ്. തീപ്പാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും അതൊരു വാശിയേറിയ കിടിലൻ മത്സരമായിരിക്കും. ലാസ്റ്റ് റൗണ്ട് ഈ ഗ്രൂപ്പിൽ അത് തീരുമാനിക്കും ഗ്രൂപ്പിൽ ആരായിരിക്കും ചാമ്പ്യന്മാരെന്ന്. അപ്പോ എന്തായാലും മികച്ച ഒരു മത്സരം തന്നെയാണ് ഹാലൻഡും നോർവേ ഇന്നലെ പുറത്തെടുത്തത്. ടീമിലെല്ലാവരും എന്താ പറയാ, ഫസ്റ്റ് ഹാഫില് നോർവേക്ക് ഗോൾ അടിച്ചത് പെഡേഴ്സൺ ആണ്. പിന്നീട് ഇരട്ട ഗോളുകൾ സെക്കൻഡ് ഹാഫിൽ അടിച്ചത് ഹേർലിംഗ് ഹാലൻഡാണ്. ഇനിയിപ്പോ സെനഗലിന് വേണ്ടി ഇരട്ട ഗോളുകൾ നേടിയത് സാറാണ്, അവരെ സ്ട്രൈക്കർ സാറാണ്. അപ്പൊ എനിവേ നോർവേ സെനഗൽ ഔട്ടായി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 2 കളി തോറ്റുകൊണ്ട് ഇനിയിപ്പോ എനിക്ക് ചാൻസ് ഉണ്ട് തോന്നില്ല. ഇനിയിപ്പോ അടുത്ത കളി ജയിച്ചാൽ വൻ മാർജിനിൽ ജയിക്കേണ്ടി വരും. എനിവേ നോക്കാം, നോർവേ ആണോ ഫ്രാൻസ് ആണ് ഗ്രൂപ്പ് ചാമ്പ്യന്മാരാവാൻ.